കെട്ടുകഥ, കസേരകളി, കഥകളി. നമസ്തേ. ചിലർ പറയുന്നു സൂര്യനാണെന്ന്, ചിലർക്ക് തീയിൽ കുരുത്ത കുതിരയാണ്, ചിലർക്ക് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനുമാണ്, ദൈവത്തിൻ്റെ വരദാനമായി കാണുന്നവരുമുണ്ട്. ഇന്ന് ഈ പാർട്ടിയെ ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതനാക്കിയതാണെന്ന് പാടി നടക്കുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇരട്ടച്ചങ്ങനാണെന്നും പറഞ്ഞു കേൾക്കുന്നു. എന്നിട്ടും ഈ സഹാവിനെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും 40 കാറും 400 പോലീസും വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ആഴ്ച തുടങ്ങുന്നു. കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കെട്ടുകഥ, കസേരകളി, കഥകളി. കുറച്ചു ദിവസങ്ങളായി പിണറായി സഹാവിനെ പൊക്കിയടിക്കുന്ന തിരക്കിലാണ് സഹാക്കളെല്ലാം. പിണറായിയുടെ പാദസ്പർശം പവിത്രമാക്കുമെന്ന് പറഞ്ഞ വാസവൻ മന്ത്രിക്ക് ഒരു വകുപ്പ് കൂടി കിട്ടിയതോടെ ഗോവിന്ദൻ സഹാവൊക്കെ തകർക്കുകയാണ്. സൂര്യനാണ്, അടുത്തേക്ക് ചെന്നാൽ കരിഞ്ഞു പോകുമെന്നൊക്കെയാണ് തള്ളി അടിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ഇത്രയൊക്കെ പറയുമ്പോൾ പിന്നെ സഹാക്കൾ വെറുതെ ഇരിക്കുമോ? അവരൊരു ആൽബം തന്നെ ഇറക്കി കളഞ്ഞു പിണറായിയെ പറ്റി. നിങ്ങൾ എന്തെല്ലാം അന്വേഷണം 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴിയുണ്ടായിരുന്നില്ല. അതാ കാര്യം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ലല്ലേ? പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്. സൂര്യനെ പോലെ. സൂര്യനെ പോലെ. സൂര്യനെ പോലെ. ഒന്ന് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത അച്ചു. സ്വപ്പം മ്യൂസിക് കേൾക്കാം. പിണറായി വിജയൻ, നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. അടിക്കൊണ്ട് പല സ്ഥലത്തുനിന്നും കൊണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ അടി കൊള്ളുമ്പോ ഒരു മിന്നൽ ഇങ്ങനെ കാണും. പിണറായി വിജയൻ, നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ. അതാ കാര്യം കേട്ടോ. കരിഞ്ഞു പോകും. പിന്നെ സൂര്യന്റെ അടുത്ത് എത്തിയാല് കരിഞ്ഞു പോകുന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ അടുത്ത് എത്തണ്ടെന്ന്. ഇവിടെ വഴിയിൽ പിന്നെ എസ്കോർട്ടിന് മുമ്പിൽ എത്തിയാൽ തന്നെ കരിഞ്ഞു പോകും. അതാ സ്ഥിതി. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്യ നാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. ഈ സൂര്യൻ, കുതിര എന്നൊക്കെ പറയുന്നത് ഓക്കെ, കേൾക്കാൻ ഒരു സുഖമുണ്ട്. ചിലപ്പോൾ കേട്ടാൽ കാരണഭൂതൻ സഹാവ് പോലും ആ മസൽ പിടുത്തമൊക്കെ വിട്ട് ഒന്ന് ചിരിച്ചു പോയേക്കാം. പക്ഷേ കഴുകൻ അത് കുറച്ച് കടുത്തുപോയി. അല്ലെങ്കിലും സഹാക്കൾ ഇങ്ങനെയാണ്, ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ 51 നിർത്തും. സൂര്യനാണ് എന്നല്ലേ പറയുന്നത്. പിന്നെ പാർട്ടിക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് CPI ഹാൻഡിൽ കൂടി. അപ്പോൾ അത് എഴുതിയാണ് സമ്മതിക്കണം. കഴുകനാണ്, അവനറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്ന് എഴുതി പോയതാണ്. കഴുകനാണ്. നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടാണെന്നോ ഒക്കെ വിളിക്കാം. അപ്പൊ നിങ്ങൾ നാളത്തെ പത്രത്തിൽ നിങ്ങൾ എഴുതൂലെന്ന് എനിക്കറിയാം. അതുപോലെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണല്ലോ. അതുകൊണ്ടാണെന്ന് അടുക്കാൻ പറ്റൂല. ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ വേണമെന്ന് പറയാം. രാഹു കേതുക്കൾ മൂടി നിൽക്കുന്നത്. ഒരു കുതിരയെ വിഴുങ്ങി പുറകെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അപ്പോൾ അത് എഴുതിയാണ് സമ്മതിക്കണം. കഴുകനാണ്, അവനറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്ന് എഴുതി പോയതാണ്. കഴുകനാണ്. പിണറായി വിജയൻ, നാടിന്റെ അജയൻ. മോനെ മഹാരാജ, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും. ആന സൈക്കിൾ ഓട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. പണ്ട് നമ്മുടെ P. ജയരാജൻ സഹാവിൻ്റെ പേരിൽ ഇതേപോലെ ഒരു പാട്ടിറങ്ങി. അന്ന് അതിൽ നടപടിയെടുത്ത പാർട്ടിയാണ് CPM. ഈ കഴുകൻ പാട്ടിൽ വല്ല നടപടിയും ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് നമുക്ക് നമ്മുടെ ജയരാജൻ ചിറ്റപ്പനോട് തന്നെ ചോദിക്കാം. മനുഷ്യരല്ലേ, മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോ
പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. എന്നതാടാ വർക്കി പ്രശ്നം? ആ മുമ്പിൽ ഓടുന്നത് പൊതുശല്യൻ കവി ദാസ് വടക്കേമുറി. അയാൾ പുതിയ വല്ല കവിതയും ചൊല്ലി കേൾപ്പിച്ചു കാണും. ഇത്രയും ഒരു ഫാസിസ്റ്റ് സമീപനം ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട്, എന്നിട്ട് ഈ കൊട്ടാരം ഗായകന്മാരെ കൊണ്ട് ഓരോ പ്രാവശ്യവും പാടിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാരണബോധനായിരുന്നു, ഇപ്പൊ സൂര്യനാണ്. അതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ കഴിവ് ഭരണരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, സംഘടനാ രംഗത്തുണ്ട്. അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്ന, നിങ്ങൾ കാണുന്നതിനപ്പുറം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണിത്. എനിക്കിങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോ കുറച്ച് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. അത് ആ നിലയിൽ കാണുന്നതിന് പകരം അതിനെ ഒരു പിണറായി വിരോധം വെച്ച് സമീപിക്കുമ്പോഴാണ് പെശക് സംഭവിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെല്ലാം പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാന്യതയും ആദരവും ജനങ്ങൾക്കും പാർട്ടിക്കും ഉണ്ടാകുന്നത്. ഇവനിത് കവല ചെന്നല്ലേ പാടേണ്ടത്, എന്നാലല്ലേ ആളുകൾക്കിടെ മുതലാളിക്കൊരു... അത് ശരിയാ. ഞാനിത് എല്ലാ കവലകളിൽ നിന്ന് പാടാം മുതലാളി. എത്ര ഗാനങ്ങളുണ്ട് ഇപ്പൊ കയ്യില്? 5-6 ഉണ്ട്. അയ്യോ അത് പോരാ, ഒരു 500 ഉണ്ടെങ്കിലും വേണ്ടേ? എഴുതാം മുതലാളി, 500 500. ഈ നിമിഷം മുതൽ ഞാൻ നിർത്താതെ എഴുതുകയാണ്. കറങ്ങുന്ന ചേർന്നു ബാലനോ നൽകിയ 117 തരം ഭ്രാന്തുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് 118ാമത്തതാ. കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി ചോദ്യമില്ല. ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച്, കവികളെക്കുറിച്ച്, ചിത്രകാരന്മാരെക്കുറിച്ച്, അഭിനേതാക്കളെക്കുറിച്ച് സിനിമാ രംഗത്ത് കാണുന്നില്ലേ? എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൽ ജനങ്ങളുടെ ഒരു വികാരപരമായി കാഴ്ചപ്പാടോടുകൂടി കാണുമ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും സിനിമകളും പാട്ടുകളും ഒക്കെ ഉണ്ടാകും. ഇടതുപക്ഷ പക്ഷികളിൽ ഫീനിക്സ് പക്ഷി പിണറായി. ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്ന ആളാണ് പിണറായി സഖാവെന്നാണ് പാട്ട് എഴുതിയ ആൾ പറയുന്നത്. പക്ഷിയുടെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കരുത്, ആ പഴയ പ്രാവിൻ്റെ ആത്മാവ് കേട്ടാൽ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. ഈ പാട്ട് എഴുതിയത് സഹാക്കൾ അല്ല എന്ന് പറയാനും നേതൃത്വത്തിനാവില്ല. കാരണം സ്വജനപക്ഷവാദികളുടെ മാസ്റ്ററാണെന്നൊക്കെ എഴുതി വിടണമെങ്കിൽ അതൊരു സഹാവിന് മാത്രമേ പറ്റൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രാവിനെ കൊല്ലാൻ ശ്രമിച്ചതായി പരാതിയുമായി അനിമൽ ലീഗൽ ഫോഴ്സ്. മുകളിലേക്ക് എറിഞ്ഞ പ്രാവ് പറക്കാൻ സാധിക്കാതെ താഴെ വീഴുകയായിരുന്നു. പ്രാവിന്റെ കാലുകൾ പിടിച്ച് പറക്കാൻ സാധിക്കാത്ത തരത്തിൽ പക്ഷിയോട് ക്രൂരത കാണിച്ചതായാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അതിന് ശരിയും തെറ്റും നിരീക്ഷിക്കേണ്ടത് ജനങ്ങളാണ്. അത് ജനത നിരീക്ഷിക്കും. ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.